Welcome back to my channel Inlife. My name is Sayouj. നമ്മൾ ഇന്ന് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഹാരിസന്റെ Quadlux Mark II എന്ന സ്റ്റുഡിയോ ലൈറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. വീട്ടിനുള്ളിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ലൈറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റ് സോഴ്സിൻ്റെ ആവശ്യമാണ്. ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കെന്നാ വേഗം തന്നെ ഇതിനെ അൺബോക്സിംഗ് ചെയ്യാം. പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല, നല്ല പാക്കിംഗ് ആണ്. ഇതൊരു നല്ല നീറ്റ് പാക്കിംഗ് ആയിരുന്നു. പ്രൊഡക്റ്റ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ ബാഗ്സ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈറ്റിൻ്റെ സ്റ്റാൻഡാണ്. ലൈറ്റിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഫുൾ മെറ്റലാണ്. ഇതിൻ്റെ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് പോകുന്നത് മാക്സിമം ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് 7.5 ഫീറ്റ് ആണ്. നമുക്ക് ഇത് തൽക്കാലം സൈഡ് നോക്കാം. ഇതിലൂടെ പവർ കോഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ഫീറ്റ് ആണ്. സൈഡ് നോക്കാം. ഇതിൻ്റെ സോഫ്റ്റ് ബോക്സ് ഒരു സെപ്പറേറ്റ് കവറിൽ തന്നേക്കാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള കവറാണിത്. തുറന്നു നോക്കാം. സൈഡിലേക്ക്. ഇനി ഇതിനകത്ത് വരുന്നത് ഒരു ലൈറ്റ് ആണ്. സോ നമുക്ക് ഇതിനകത്ത് 4 ബൾബ് ഇടാൻ പറ്റും. 4 ബൾബിൻ്റെ ഒരു ഡിവൈസാണ്. 4 ബൾബിനും 4 സ്വിച്ച് ഉണ്ട് ഇതിന്. ഈ സ്വിച്ച് നമ്മൾ ഇടുന്ന സമയത്തും പിന്നെ ഓരോ ലൈറ്റും വീണ്ടും കത്തുന്നതായിരിക്കും. എത്ര ഇൻറ്റൻസിറ്റി എന്ന് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബൾബിൻ്റെ യൂസേജ് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സോഫ്റ്റ് ബോക്സിനെ അസംബിൾ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ഈ റോഡ്സിനെ എടുക്കണം. അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നമുക്ക് ബൾബ് ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ബൾബ് മേടിക്കും ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പൈറലായിട്ടുള്ള അഡാപ്റ്ററാണ് വരുന്നത്. സോ നിങ്ങൾ ബൾബ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിനി കേബിൾ കണക്ട് ചെയ്യാം. അതിനുവേണ്ടി സ്റ്റുഡിയോയിലേക്ക് നമ്മളിപ്പോൾ പവറിന് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ബൾബ്സെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. ഇത് ഫസ്റ്റ് ലൈറ്റാണ്. ഫസ്റ്റ് ബൾബ് നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് തോന്നുന്നത്. സെക്കൻഡ് ലൈറ്റ് ഇട്ടോ, തേർഡ് ലൈറ്റ് ഇട്ടോ, ഫോർത്ത് ലൈറ്റ് ഇട്ടോ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ ലൈറ്റ് ഉണ്ടാകുമ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ലൈറ്റും ആക്ച്വലി നല്ലൊരു പെർഫെക്റ്റ് ഇത് വേണമെങ്കിൽ 2 ലൈറ്റ് വേണം. പക്ഷേ ഇതിൽ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇത്. ഞാൻ ഇതിന് പേ ചെയ്തത് 4700 ആണ് ആമസോണിൽ നിന്ന്. നിങ്ങൾക്ക് ഈ ഡിവൈസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആമസോണിൽ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ എൻ്റെ എക്സ്പീരിയൻസ് ഇനി ഞാനിത് കുറച്ച് കാലം ഇനി മുന്നോട്ടുള്ള വീഡിയോസിലെല്ലാം ഞാൻ ഈ ഒരു ലൈറ്റായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ അത് കാണാൻ പറ്റും. സ്റ്റുഡിയോ ലൈറ്റ് എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ ഫുൾ നമുക്കൊരു നല്ലൊരു വൈറ്റ് ടെക്സ്ചർ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ നമ്മുടെ റൂമിലുള്ള ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ട്രൈ നോക്കാം. ഇപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ഒറ്റ ലൈറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ഈ സൈഡ് വന്നിട്ട് പിന്നെ വൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് കിട്ടുന്നത്. ഈ സൈഡ് നമ്മൾ ലൈറ്റ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ഡാർക്ക് ഉണ്ടാവുക ചെയ്യും. അത് കുഴപ്പമില്ല. യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റും. ബിക്കോസ് ആൾക്കാർ കാണുമ്പോൾ വീഡിയോ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇൻറ്റൻസിറ്റി അല്ലാണ്ട് നമുക്ക് ഇതിനെ കുറച്ച് വെക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് 4 സ്വിച്ച് ഉണ്ട്, 4 ബട്ടൺ 4 സ്വിച്ച് ഉണ്ട്. അപ്പം നമുക്ക് എത്ര ഇൻറ്റൻസിറ്റി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും, വീഡിയോഗ്രാഫി, യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പം ഇതൊരു ഓൾറൗണ്ട് ലൈറ്റാണെന്ന് പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.